ഈ കാണുന്ന ഒരു പാലസ് ആണ്. ഇസാം ഭയങ്കര ഹാപ്പിയാണ്. തണുപ്പില്ലെന്ന് പറഞ്ഞ് ജാക്കറ്റ് എടുത്തില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇത് ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. ഇപ്പൊ ഇവിടെ 10 മണിയായി. അപ്പൊ അതിനൊരു തീരുമാനമായി. ഹായ് പാർട്ട്ണർ. ഹലോ പാർട്ട്ണർ. അപ്പൊ നമ്മൾ വീണ്ടും വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു പാലസ് ആണ്. ഇതാണ് ഓപ്പറ ഹൗസ്. മൊസാദിന്റെ കൺസേർട്ടൊക്കെ നടന്നിട്ടുള്ള അടിപൊളി ഒരു മോനുമെന്റ് ആണിത്. നമ്മളിപ്പോ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് വിയറ്റ്നാമിന്റെ ഇന്നർ റിംഗ് റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു തൃശ്ശൂർ റൗണ്ട് പോലെ. ഇതാണ് മെയിൻ പാലസ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. ഈ പുള്ളിയാണ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരുന്നത്, ടൂർ ഗൈഡ്. ഇത് വിയറ്റ്നാമിലെ ഇന്നർ റിംഗ് റോഡിൽ കൂടെയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു തൃശ്ശൂര് സർക്കിളൊക്കെ പോലെ ഇങ്ങനെ ഫുള്ള് ചുറ്റിക്കിടക്കുന്നതാണ്. ഈ റോട്ടിൽ ഒരുപാട് മ്യൂസിയം, പിന്നെ അതേപോലെ തന്നെ പാലസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു പാലസിലും പിന്നെ അതേപോലെ തന്നെ മറിയ ട്രീസയുടെ സ്റ്റാച്ചു ഉള്ള സ്ഥലത്തുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. പുറകിൽ ഒരാൾ ഓടി ഓടി നടപ്പുണ്ട്. ഇസാം ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇതുപോലെ നടക്കാനായിട്ട് നാട്ടിലെ ലോണ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കളിക്കാൻ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മറിയ തെരേസൻ സ്റ്റാച്ചുവിനെ നമ്മൾ ആദ്യം കാണിച്ചു തരും. അവിടെ നമ്മൾ ഒരു 1 hour സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അടുത്തടുത്ത് ഒരുപാട് പാലസും മോണ്യുമെൻറ്റ്സ് മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോവാം. ഇത് കണ്ടില്ലേ, ഗാർഡൻസ് ഒക്കെ ഒരു ജോമെട്രിക് ഷേപ്പിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ഫേമസ് ആയിട്ട് വിയറ്റ്നാമിലുള്ള മറിയ ട്രീസ സ്റ്റാച്ചു. ഇവിടുത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുകയാണെങ്കിലും ഇവിടുത്തെ പോസ്റ്റ് കാർഡ്സ് മേടിക്കുകയാണെങ്കിലും ഒക്കെ കാണുന്ന അതിനകത്തുള്ളൊരു ഇമേജാണിത്. അവിടെ അത്തായിമാനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ഒരു അടിപൊളി വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാം നിങ്ങൾക്ക്, എൻ്റെ ബാക്കിൽ നിന്ന് ഗോൾഡൻ സൺലൈറ്റ് ഇങ്ങനെ വരുന്നു. ഒരു മൂഡ് ക്ലൈമറ്റ്, സൂപ്പർ. ഒരു ഈവനിങ് വാക്കിനും ഫാമിലിയോടൊത്തൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി. ഏതോ നോക്ക്, ഇസാൻ അങ്ങനെ ഓടി അങ്ങ് നടക്കുകയാണ്. തണുപ്പില്ലെന്ന് പറഞ്ഞ് ജാക്കറ്റ് എടുത്തില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇവിടെ എൻ്റെ മോൻ എനിക്കൊരു പൂ പറിക്കാമെന്ന് പറഞ്ഞ് ആ ലോണിൽ അവിടെ നടക്കുന്നുണ്ട്. നല്ല പ്ലേസ്, നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ്. ടൈം പോകുന്നത് അറിയുന്നതേ ഇല്ല. പിന്നെ ആ ലൈറ്റും ഒന്നാമത് ഇരുട്ടാത്തത് കൊണ്ട് 6:45 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു ലൈറ്റ് കണ്ടില്ലേ, അടിപൊളി. എല്ലാവരും ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ലോണിൽ വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നതാണ് കുറച്ച് നല്ലത്. നമുക്ക് ലോണുകളിലെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിരിക്കും, കുറേ കൂട്ടമായിട്ട് വന്നിരിക്കുന്ന അവർ കഥയൊക്കെ പറയുന്ന, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. എനിക്കൊന്ന് 1 hourനുള്ളിൽ ഈ മ്യൂസിയം പാലസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അടിപൊളി. നമുക്ക് പൂ പറിച്ചോ? പൂ പറിച്ചു തരാന്നുണ്ടോ? അപ്പാക്കൊരു പൂ തൊടുക്ക. ബൗബോവോ? ഇവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബൗബോ ഇവിടെ ഉണ്ട്. ഐ മീൻ പെറ്റ്സിൽ ഇവന് ഇഷ്ടം ബൗബോവിനാണ്. എവിടെയെങ്കിലും ഒന്ന് പോകാൻ റെഡി ആവണമെങ്കിൽ ബൗബോവിനെ കാണിച്ചു തരാമെന്നാണ് ഞാൻ പറയാം.
ഒരു ആനിമലിനെയും പേടിയില്ല ഞങ്ങൾക്ക്. ഓ ബേബി, പോയോ? സേ ബൈ. ഇവിടുത്തെ ഡോഗ്സ് എല്ലാം നല്ല രസമാണ്, കാരണം ഉടുപ്പൊക്കെ ഇട്ട്, കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് പാർലറിൽ പോയിട്ട് അടിപൊളി. ഇപ്പം ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് നടക്കണം. ഒരു റാണി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തേക്കുന്നത് ഡിന്നർ കഴിക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഈവനിങ്? എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. ജാക്കറ്റിനകത്തൊക്കെ കയറി. ജാക്കറ്റ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ അബദ്ധമായി. ജാക്കറ്റ് ഇടണം. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കുന്നത് മോന് എന്തെങ്കിലും ഈ റൈസോ റൊട്ടിയോ കാര്യം. അവൻ ഉറങ്ങുവാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കൈ കരുതിയിട്ട് നമ്മള് ഇവിടുത്തെ ലോക്കൽ ഫുഡ്സ് നമ്മൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഫുഡ്സ് കുറച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പം കുഞ്ഞുള്ളത് കൊണ്ട് ഇപ്പൊ കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ മാത്രമേ നമുക്ക് റൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവത്തുള്ളൂ. പിന്നെ അവന്റെ അല്ലാത്ത ഫുഡും കുറുക്കും ഒക്കെ നമ്മളെല്ലാം കരുതിയിട്ടുണ്ട്. അപ്പം പിന്നെ ഫീഡ് ചെയ്തിട്ടുണ്ട് കുറുക്ക്. എന്നാലും നൈറ്റ് അല്ലേ, നമുക്കിവിടെ റോഡൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മുടെ ഗൈഡ് റോഡും കാര്യങ്ങളും സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇപ്പം നമ്മളെ കൊണ്ടുപോവുക. പിന്നെ വേറൊരു UK കാരനുണ്ട് കൂടെ. എന്ത് കണ്ടാലും സ്പാർ കണ്ടാലും ഇത് UK യിലുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ UK മെമ്മറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോ പട്ടികളെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതാണ് പാർലറിൽ നിന്ന് വന്ന് ആൾക്കാർ നടക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഇവിടുത്തെ പട്ടികൾ നടക്കുന്നത്. നിസാന് ഭയങ്കര അത്ഭുതമായി, ക്യൂട്ടായിട്ട് നടക്കുന്നത്. നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിൽ വരെ ഡോഗ്സ് ആയിട്ട് വരുന്നവരുണ്ട്. ഇത് ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. നമ്മൾ എവിടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലും നമ്മുടെ കേൾവിയുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, KFC, മെക്ഡി, പിന്നെ പല സ്ഥലത്തെ ഷവർമാസിൻ്റെ ഒക്കെ ടേസ്റ്റ്, നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യും. ഇവിടെ ഭയങ്കര തണുപ്പാണ്. കിതയ്ക്കുന്നു. ഞാൻ ഉറങ്ങുന്നത് കൊണ്ടാണ്. എന്തായാലും ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അവന് ജാക്കറ്റ് ഇടണം. ഇവിടെ ഉള്ളവരെല്ലാവരും ലോക്കൽസ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒന്നും കൂടെ തണുപ്പ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലേസസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യും. നമ്മൾ ഒരു KFC ഔട്ട്ലെറ്റ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്ന് സ്ട്രീറ്റ് വരെ ഒരു വരവ് കൂടി വരും. എല്ലാ ടൈപ്പ് ഫുഡുണ്ട് കേട്ടോ. ഏഷ്യൻ, ഇന്ത്യൻ, കൊറിയൻ, ചൈനീസ്, ഒത്തിരി ഫുഡുണ്ട്. ഇവിടെ ഒരു മെക്ഡി, പിന്നെ അവിടെ ഒരു മെക്ഡി. ഇവിടെ ഒരു സ്ട്രീറ്റിൽ തന്നെ ഒരു 3-4 KFC ഉണ്ട്. നമ്മളെല്ലാം ട്രൈ ചെയ്യും. എനിക്ക് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടക്കുന്നതിനേക്കാളും നല്ലത് ഞാനും കൂടെ ചേർത്ത് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യുക. എത്ര മണിയായി? ഇവിടെ ഒരു 8:15. അപ്പോഴേക്കും സ്ട്രീറ്റ്സ് ഒക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ സേഫ്റ്റി ഉള്ളൊരു പ്ലേസാന്ന് തോന്നുന്നു. കാരണം അങ്ങനെ വലിയ ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഷട്ടറിൽ കാണുന്നില്ല. അവർ റിമോട്ടിൽ താഴത്തോട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നു, പോകുന്നു. അല്ലാതെ വലിയ ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഇല്ല. മേ ബി സേഫ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഞങ്ങളുടെ ഉറപ്പ് ശരിയായില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇതിനെ ഉറക്കം. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. അടിപൊളി ഒരു വൈബാണ്, കുഴപ്പമില്ല. ഒരു ചൈനീസ് ലുക്ക്, പക്ഷേ ഇന്ത്യനാണ് സംഭവം. റാണി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതാണ് ആ ഒരു വൈബ്. കുറച്ച് വലിയ റെസ്റ്റോറൻ്റാണ്, ബുഫേ ആണ്. ഇന്ത്യൻ കൾച്ചറൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സും അതിൻ്റെ രീതിയിലൊരു ആർക്കിടെക്ചറും. യൂറോപ്പിലും ഒരു ഇന്ത്യൻ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു മീൽസായിട്ടേ മേടിക്കാൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 മീൽസാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഇസാന് ഇത് കൊടുക്കാം, ചോറ് കൊടുക്കാം, പിന്നെ അതേപോലെ തന്നെ റൊട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരാളും കൂടെ ജാക്കറ്റ് കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല തണുപ്പായി. യൂറോപ്പ് സ്റ്റൈലായല്ലോ.
തണുപ്പില്ലെന്ന് വെറുതെ വാദിച്ച് ഞാൻ തണുപ്പുള്ളതുകൊണ്ടല്ല, സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. നമ്മൾ ഇസാനെ ഫീഡ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും കുറച്ച് മീൽസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഷവർമ ഷോപ്പിൽ നിന്നാണ് നമ്മൾ റോൾ എടുത്തൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഉണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. ക്യൂ നിന്നിട്ടാണ് നമ്മളിപ്പം ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. നമ്മൾ ഡുറും എന്ന് പറഞ്ഞ റോളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. Don't make it too spicy. No, too spicy. I don't have. Normal spicy in a room. Yeah, normal but spicy. അവിടുത്തെ ബെസ്റ്റ് റോളാണ് ഡുറും. ഇത് ഓർഡർ ചെയ്യുന്നത്, ഞാൻ ഓർഡർ ചെയ്ത് കണ്ടിട്ട്, ഇത് ഉണ്ടാക്കുന്ന കണ്ടിട്ട് പുറകെ നിന്ന 2 സായിപ്പന്മാരും ഇത് തന്നെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ സായിപ്പാണെങ്കിൽ എങ്ങോട്ടാ അമ്മായും അത്തായി അറിയാതെ പോകണ്ടേന്ന് ആലോചിച്ച് നടക്കാം. ട്രൈ ചെയ്തോ, എങ്ങനെയുണ്ട്? കടിക്കട്ടെ. യമ്മിയാണോ? കൊള്ളാം, നൈസാണ്. എങ്ങനെയുണ്ട്? സോൾട്ടി ആണ്, ജ്യൂസി ആണ്, ഒരു മൈൽഡ് ഫ്ലേവർ, നോട്ട് ബാഡ്, എബവ് ആവറേജ്. ഓ, ഭയങ്കര പ്രൊഫഷണൽ റിവ്യൂ ആണല്ലോ. ഇപ്പൊ ഇവിടെ 10 മണിയായി. റൂമിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈമിലാണ്. ഇവിടെ ഒരാൾക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നത്, വേറൊരാൾക്ക് ഉറങ്ങാൻ തോന്നുന്നു. നമ്മൾ റൂമിൽ കയറേണ്ടതാണ്. നമ്മൾ റൂമിലെത്തിയിട്ട് അപ്പോഴാണ് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ റൂമിൻ്റെ ഒരു 100 മീറ്ററിലൊരു മെക്ഡി കണ്ടത്. അപ്പോൾ മെക്ഡിയിൽ വന്നിട്ട് ചെറിയൊരു ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു സ്ട്രോബെറി ഷേക്ക് സ്മോളും 2 ഐറ്റം. എന്താ രാത്രി ഒരു മെക്ഡി പരിപാടി? ഇവിടെ ഭയങ്കര തണുപ്പും എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നു. ഞങ്ങളാണെങ്കിൽ നാട്ടിലെ ടൈം വെച്ച് ഐസ്ക്രീം കഴിക്കാൻ ഷോപ്പൊക്കെ 8 മണിയായപ്പോൾ അടച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിന് തൊട്ടടുത്ത് മെക്ഡിയാണ് ഐസ്ക്രീം തപ്പി വന്നപ്പോൾ ഇവിടെ വേറെ കോൾഡ് ഐറ്റം ഇസാൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഉറക്കം വന്നിട്ട് ലെക്ക് കെട്ടിരിക്കുക, അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യും. പിസ്തയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടിയിൽ എന്തോ ഉണ്ട്, ഇത് അകത്തോട്ട് ഒത്തിരി പോണം. കൊള്ളാം. സ്വന്തം ട്രോളി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് സാധാ സ്ട്രോബെറി ഷേക്ക് അല്ല കേട്ടോ, സത്യമായിട്ടും കേസ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. റൂമിൽ കയറുകയാണോ അതോ ഇനി കറങ്ങണോ? ഉറങ്ങണം. നാട്ടിലെ 2 മണിയായി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോവുക, കിടക്കുക, പടാവുക. ഇവിടെ 10 മണിയായിട്ടേ ഉള്ളൂ. നാളെ രാവിലെ 7:30 എണീക്കണം. ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ വിയറ്റ്നാം വിടും. ഗുഡ് നൈറ്റ്. ബൈ ബൈ.